തുപ്പലാംകുടി ഗ്രാമപഞ്ചായത്തിൽ 14-ാം വാർഡ് മെമ്പറായി തെരഞ്ഞെടുക്കപ്പെട്ട പാഴ്ക്കപ്ലാവിൽ വളപ്പിൽ സർഫസ് അലി എന്ന ഞാൻ നിയമാനുസൃതം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് ഒന്ന് നിർത്തന്നെ പ്രമോദേ. ആഴ്ചകളായിട്ട് ഇതല്ലേ കേട്ടോണ്ടിരിക്കുന്നു. 8 നിലയിലാ പൊട്ടിയത്. പട്ടികള് ഒരെണ്ണം പൊട്ടിയതില്ല. ഇനിയിപ്പോ കുട്ടികളെ മുഖത്ത് ഞാൻ എങ്ങനെ നോക്കും? ആകെ കിട്ടിയതോ 8 ഓട്ടു. കുട്ടികളെ മോതി നോക്കി എന്താ പ്രശ്നം? പെങ്ങടെ കുട്ടികൾ കളിയാക്കണേ. പെരക്കാരെ 8 വോട്ട് മാത്രമേ കിട്ടുള്ളൂ. നിങ്ങൾ 3 ആളും കൂടി ചെയ്യണമെന്നുണ്ടെങ്കിൽ 2 അക്കം തേക്കായിരുന്നു. ഞങ്ങൾ എല്ലാരും വോട്ട് ചെയ്യാൻ വേണ്ടിട്ട് പിടിച്ചതായിരുന്നു. നാടായി അടിച്ചാണ്. ഷറഫലിക്ക, നമ്മള് വാർഡിൽ എല്ലാരും വണ്ടി വിളിച്ച് വോട്ട് ചെയ്യാൻ കൊണ്ടുപോയി. പിന്നെ 6 മണി സമയം പോലും അറിഞ്ഞില്ല. പിന്നെ 6 മണിക്ക് പോയപ്പോ അവര് പറഞ്ഞു വോട്ട് ചെയ്യാൻ പറ്റില്ല. ഞങ്ങൾ എന്താ ചെയ്യാ? 1 വോട്ട് കിട്ടിയ സ്ഥാനാർത്ഥി ഉണ്ട്. അപ്പൊ 8 വോട്ട് ഇട്ട് നിങ്ങൾ സംഭവല്ലേ? ശരിയാണ്. പിന്നെ ആര് തോറ്റു? ചെറിയൊരു ബ്രേക്ക്. തോൽക്കുന്ന ഉറപ്പായിരുന്നു. പക്ഷെ എങ്ങനെ തോൽക്കുന്ന ഉറപ്പാണെങ്കിൽ ചെങ്ങായി പിന്നെ ഞങ്ങളൊക്കെ എന്തിനാ വലിച്ചെടുക്കി? കാര്യം കിട്ടാൻ വേണ്ടി വിളിച്ചു നടന്നിട്ട് കാര്യം കിട്ടാതായപ്പോ തെറ്റി കിടക്കും വാടിയുള്ളവരോടിട്ട്. അവൻ നല്ല നേതാവിനെ പറ്റിയല്ല. അണികളിലെ അകൽച്ച, പ്രചാരണത്തിലെ അപാകത, ഇത് രണ്ടുമാണ് നമ്മൾ തോൽക്കാൻ മെയിൻ ആയിട്ടുള്ള കാരണം. അതാണ് പ്രശ്നം. നോക്ക്, തോറ്റാലും ഞങ്ങള് എല്ലാരും ഒറ്റ കെട്ടാ. സിനിമ ഡയലോഗ് ഒഴിവാക്കുക പ്രമോദേ. ജിതേഷേ, ഞാൻ പറഞ്ഞ എന്തേലും ചെയ്തിട്ടുണ്ടാ പ്രമോദേ? അമ്മ വീടില്ലാന്ന് പറഞ്ഞിട്ട് എന്നാ ഈ പ്രചാരണത്തിൽ ഇറങ്ങിയുള്ളു? പക്ഷേ കണക്കെഴുതാന്ന് പറഞ്ഞാൽ അത് മാത്രം എഴുതിക്കൊണ്ടിരിക്കുക ചെയ്യാ. ഇടക്കും തല പൊക്കി നോക്കണ്ടേ? സമസലിക്ക, എനിക്കും പറയാണ്ട് കുറെ. നിങ്ങൾ റോട്ടിൽ തൽച്ചക്രം വരക്കാൻ പറഞ്ഞു. പൊട്ടിപ്പൊളിയ റോട്ടിൽ എവിടെ കൊണ്ടേ വരക്കാനാ തൽച്ചക്രം? ഉള്ള സ്ഥലത്ത് മറ്റേ പാർട്ടിക്കാരും വരച്ച് ഉള്ള വണ്ടിയിലും മൈക്കും ബോക്സും വെച്ച് കെട്ടിയിട്ട് ഉള്ള ഉള്ളു റോട്ടിൽ കൂടെ ഒക്കെ കേറി ഇറങ്ങിയിട്ട് എന്ത് ബുദ്ധിമുട്ടായിരുന്നു ചീട്ടാ. ഒരച്ഛനോട് പറയാ പാട്ടികള് തോറ്റാ മതിയായിരുന്നു എന്നോട് പറഞ്ഞതാ. തൊട്ടി കിടക്കണ കുട്ടികൾ നീറ്റ് കരയായിരുന്നു. സർപ്രൈസ് അലിക്ക ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റ് ഇട്ടാ മതി, അതും പ്രചരണ. ആരും വെറുപ്പിക്കാത്ത പ്രചരണം. അതും ശരിയാണ്. ജിലു, അനക്ക് ഇത്ര വിവരാ? എടാ, ഒച്ചപ്പാടും വേണമൊക്കെ കുറച്ച് ദിവസമല്ലേ ഉള്ളൂ. അതൊക്കെ ജനങ്ങൾ സഹിക്കണം. ആ കുറച്ച് ദിവസം ജനങ്ങൾക്ക് ജീവിക്കണ്ടേ? റോഡ് ബ്ലോക്കാക്കി പാട്ടും കൂത്തും ഡാൻസും എന്തൊരു ബുദ്ധിമുട്ടാണ്. ജിലു പറഞ്ഞ കാര്യണ്ട്. എടാ, ഇതൊക്കെ നിങ്ങൾ മനസ്സിൽ കൊണ്ടെടുക്കുക. തുറന്ന് പറയണ്ടേ? അതിന് 2 എണ്ണം കയറണം. അത് ശരി, അത് ശരി. ഏഷല്ല ഉമേഷ്. എന്താ സർഫസ് അലിക്ക് നമ്മളെ ഭാവി പരിപാടി? എന്ത് പരിപാടി? എന്തായാലും ഞാൻ എന്റെ പപ്പട കച്ചവടത്തിന് ഇറങ്ങാണ്. ഇനിയും കൂട്ടോ? എന്റെ അമ്മ വിടുവോ? എന്റെ അമ്മ വിടുവാണെങ്കിൽ കൊണ്ടാട്ട മുളകിന്റെ പരിപാടി ഉണ്ട്. ഈ കുറുക്കമൊന്ന് 10 ചെയ്തു. ഉമേഷ്, എന്താ എന്റെ പരിപാടി? എനിക്ക് പിന്നെ ബ്രോക്കർ പരിപാടി. എന്താ എന്റെ മമ്മൂന്റെ പരിപാടി? എന്താ മമ്മൂരെ പോലീസ് ഉണ്ടായി. എന്നാലും നമ്മള് ഷറഫലിക്ക, ജനങ്ങള് പ്രബുദ്ധരാണ്. നമ്മളിനി എന്തു കോപ്രായം കാണിച്ചും കാര്യമില്ല. ചിലൊരു പാരമ്പര്യ സ്വത്ത് പോലെ ഒരു പാർട്ടിക്ക് തന്നെ വോട്ട് ചെയ്യും. അവരടിമകളാ. പിന്നെ ചിലവരുണ്ട്, സ്പെഷ്യലായ കുറച്ച് ആൾക്കാർ. അവരാണ് തീരുമാനിക്കുന്നത് ജനങ്ങളെ ആര് നയിക്കണം. അതാണ് ജനാധിപത്യത്തിന്റെ വിജയം. ശരിയാണ്. നമുക്ക് തന്നെ അടുത്ത പ്രാവശ്യം നോക്കാം. അടുത്ത പ്രാവശ്യം ഞങ്ങൾ 3 പേരും കട്ടക്കുണ്ടാവും. എന്താ പരിപാടിയിടാ? നല്ല പുളിവെള്ളം തരണം. ചെരുപ്പിട്ട് എന്തെല്ലാം സ്വപ്നങ്ങളാണ്